ചരിത്രം, ഹിസ്റ്ററി, ഗ്രീക്ക് ഭാഷയിൽ ഹിസ്റ്റോറിയ, ഈ വാക്ക് അർത്ഥമാക്കുന്നത് പോലെ ചരിത്രം ഒരു അന്വേഷണമാണ്, കണ്ടെത്തലാണ്, അറിവ് നേടലാണ്, പാഠം പഠിക്കലാണ്. ചരിത്ര പഠനം കൂടാതെ ഒരു പഠനവും കൃത്യമാകില്ല, പൂർണ്ണമാകില്ല. ചരിത്രം പഠിക്കാൻ, വായിച്ച് അറിയാൻ നാം പലപ്പോഴും ശ്രമിക്കാറുണ്ട്. എന്നാൽ അതുമാത്രം പോരാ, ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക കൂടി വേണം. പരാജയ കാരണങ്ങൾ കണ്ടുപിടിക്കണം, തെറ്റുകൾ തിരുത്തണം, കൂടുതൽ മെച്ചപ്പെടണം. ചരിത്രത്തിൽ നിന്ന് നാം ഒന്നും പഠിക്കുന്നില്ല എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് എന്നാണ് ബെർണാഡ് ഷാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നാം ചരിത്രത്തിൽ നിന്ന് ചില പാഠങ്ങൾ പഠിക്കാൻ ആരംഭിക്കുകയാണ് ചരിത്ര പഠനം എന്ന പരമ്പരയിലൂടെ. ചരിത്ര പഠനം എപ്പിസോഡ് 1, ജനതകളുടെ പ്രതീക്ഷ. കാലത്തിൻ്റെ തികവിൽ, സമയത്തിൻ്റെ പൂർണ്ണതയിൽ കാലസമ്പൂർണത വന്നപ്പോൾ, ഇൻ ദ ഫുൾനെസ് ഓഫ് ടൈം, ദൈവം സ്വപുത്രനെ ഭൂമിയിലേക്ക് അയച്ചു എന്ന് വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാരുടെ ലേഖനത്തിൽ 4:4 പറയുന്നു. ഈശോയുടെ ജനനം ഒരു യാദൃശ്ചിക സംഭവമായിരുന്നില്ല. ദൈവപുത്രൻ്റെ ജനനത്തിനായി ദൈവം ഈ ലോകത്തെ ഒരുക്കുകയായിരുന്നു. ചരിത്രത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ വളരെ വ്യക്തമാണ്. യഹൂദജനം നൂറ്റാണ്ടുകളായി ഒരു രക്ഷകനെ പ്രതീക്ഷിക്കുകയായിരുന്നു. ഉൽപ്പത്തി 49:10 നാം വായിക്കുന്നു, ചെങ്കോൽ യൂദായെ വിട്ടുപോവുകയില്ല, അവൻ്റെ അവകാശി വന്നു ചേരും വരെ അധികാരദണ്ഡ് അവൻ്റെ സന്തതികളിൽ ആയിരിക്കും, ജനതകൾ അവനെ അനുസരിക്കും. ഈശോയുടെ ജനനത്തിൻ്റെ 1700 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ചിന്തയായിരുന്നു ഇത്. സംഖ്യ 24:17 ഇക്കാര്യം കുറേ കൂടി വ്യക്തമായി കാണാം. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. ഈശോയുടെ ജനനത്തിന് 700 വർഷങ്ങൾ മുൻപുണ്ടായിരുന്ന ഈ ചിന്ത മിഖായേൽ പ്രവാചകൻ 5:2 ഇങ്ങനെ പറയുന്നു, ബെത്ലഹേം, യൂദാഭവനത്തിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്ന് പുറപ്പെടും, അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ്. യഹൂദ ചരിത്രകാരൻ ഫ്ലാവിയൂസ് ജോസഫ് എഴുതുന്നു, ഇക്കാലത്ത് ഈ രാജ്യത്ത് നിന്ന് തന്നെ ഒരാൾ രാജാവാകുകയും ഈ ഭൂമിയെ ഭരിക്കുകയും ചെയ്യും. യഹൂദജനത്തിൻ്റെ രക്ഷകന് വേണ്ടിയുള്ള മിശിഹായിലുള്ള ആഴമേറിയ പ്രതീക്ഷയാണ് ഇവിടെയെല്ലാം വ്യക്തമാകുന്നത്. ഈശോയുടെ ജനനകാലത്ത് ഈ പ്രതീക്ഷ ഏറ്റവും സജീവവും ശക്തവുമായിരുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 14:16 കാണുന്നത് പോലെ ദൈവം തൻ്റെ സൃഷ്ടികളിൽ തന്നെ വെളിപ്പെടുത്തുന്നതിനാൽ മനുഷ്യന് ഇക്കാര്യം പൂർണ്ണമായും മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല എന്ന് മാത്രം. ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ജനതകളുടെ പ്രതീക്ഷയായ ഈശോയുടെ ജനനമാണ്. ചരിത്രത്തിൻ്റെ കേന്ദ്രസ്ഥാനം എന്നാണ്. അവിടുത്തെ ജനനത്തോടെ ചരിത്രം ആരംഭിക്കുന്നു. ഈശോയ്ക്ക് മുൻപും ഈശോയ്ക്ക് ശേഷവും എന്ന്, BC-യും AD-യും എന്ന്. അതിനാലാണ് ഇന്ന് ഏത് ചരിത്ര സംഭവവും രേഖപ്പെടുത്തുമ്പോൾ ക്രിസ്തുവിന് മുൻപ് ഇത്രാമത്തെ വർഷം എന്നോ BC, ക്രിസ്തുവിന് ശേഷം ഇത്രാമത്തെ വർഷം എന്നോ AD പറയുന്നത്. ഈശോയുടെ ജനനമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം. ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സംഭവം, മനുഷ്യാവതാരം, ഇൻകാർണേഷൻ, റിഡംഷൻ. ദൈവം സ്വപുത്രനിലൂടെ മനുഷ്യരൂപം സ്വീകരിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. അലക്സാണ്ട്രിയയിലെ വിശുദ്ധ അത്തനേഷ്യസ് പറയുന്നു, ദൈവം മനുഷ്യനായത് മനുഷ്യനെ ദൈവമാക്കാനാണ് എന്ന്. അവിടുന്ന് ഭൂമിയിൽ വന്നു പോവുകയല്ല ചെയ്യുന്നത്, ഇന്നും മനുഷ്യരോടുകൂടി ആയിരിക്കുകയാണ്. അവിടുന്ന് കാലിത്തൊഴുത്തിൽ പിറന്ന് നസ്രസിൽ ജീവിച്ച് പലസ്തീനായിൽ പ്രവർത്തിച്ച് ജെറൂസലത്ത് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് സഭയിലൂടെ ഇന്ന് നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹ ഉദ്ഘോഷിച്ചതുപോലെ യോഹന്നാൻ 20:28 കർത്താവും ദൈവവുമായി നമ്മോടൊപ്പം ആയിരിക്കുന്നു. അതുകൊണ്ടാണ് നാം അവിടുത്തെ ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥത്തിൽ ഇമ്മാനുവേൽ എന്ന് വിളിക്കുന്നത്. നമ്മുടെ രക്ഷകനായ മിശിഹായായ ഇമ്മാനുവേൽ ആയ ഈശോയെ കൂടാതെ ഒരു ലോകചരിത്രമില്ല. അവിടുത്തെ കൂടാതെ മനുഷ്യരാശിക്ക് നിലനിൽപ്പില്ല. അവിടുത്തെ മാറ്റി നിർത്തിയാൽ ചരിത്രം അപൂർണമാണ്. അവിടുത്തെ ഒഴിവാക്കിയാൽ മനുഷ്യന് രക്ഷയില്ല. ഈശോയാണ് നമ്മുടെ രക്ഷയും ലക്ഷ്യവും പ്രത്യാശയും പ്രതീക്ഷയും. ഇത്
നമുക്ക് ചരിത്രം നൽകുന്ന ഒരു വലിയ പാഠമാണ്.